ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സ്വസ്ഥമായിട്ടിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ചന്ദ്രകണ്ഠ ടാരോട്ടിലേക്ക് സുസ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് കാലത്ത് ഇടേണ്ട റീഡിംഗ് ആണ്. ഇന്ന് വൈകുന്നേരമാണ് പെടുന്നത്. കുറച്ച് തിരക്കുകളായതുകൊണ്ട് കാലത്തത് ഇടാനായിട്ട് സാധിച്ചില്ല. എല്ലാവരും സഹകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഞാൻ നന്ദി പറയാണ്. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ചന്ദ്രകണ്ഠ ടാരോട്ട് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ മലയാളികളായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല ഉള്ളത്. ഓക്കെ, കേരളത്തിൽ നിന്ന് പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആളുകളടക്കം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്, അപ്പോൾ വ്യൂവേഴ്സാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ റീഡിങ്സ് ഇടുന്നത്, ഞാൻ പറഞ്ഞു, ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ മാത്രമാണ് റീഡിങ്സ് ഇട്ടിരുന്നത്. ഈ ഇടയ്ക്കാണ് ഞാൻ മലയാളത്തിലിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ ഒരു നാട്ടിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടല്ല ഫസ്റ്റിലെ ഞാൻ റീഡിങ് ഇട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ ടാരോ റീഡിങ്സ് ഇടുന്നത്. അത് പിക്കപ്പ് ആയിലാണെങ്കിലും പിക്കപ്പ് ചാം റീഡിങ്സ് ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും. ഓക്കെ, അത് മിക്സ് ചെയ്തിട്ട് ഇടുന്നത്, മലയാളത്തിലുള്ളതിനുമുണ്ട് ഇംഗ്ലീഷിലുള്ളതുമുണ്ട്. അപ്പോൾ ദയവ് ഇത് ഇംഗ്ലീഷിലുള്ള റീഡിങ്സ് കാണുമ്പോൾ എന്താ പറയുക, എനിക്ക് വട്ടാണോ, അതുപോലെ എന്തിനാണ് ഇംഗ്ലീഷിൽ റീഡിങ് ഇടുന്നത്, എല്ലാവർക്കും റീഡിങ് മനസ്സിലാവോ എന്നുള്ള വളരെ എന്താ പറയണ്ടേ, ഒട്ടും റെസ്പെക്റ്റ്ഫുൾ അല്ലാത്ത ഭാഷയിലുള്ള കമൻസുകൾ ഒഴിവാക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. എനിക്ക് വട്ടായിട്ടൊന്നുമല്ല, ഞാൻ കൃത്യമായ ബോധത്തോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ടുള്ള റീഡിങ്സാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ദയവേത് ഇത്തരത്തിലുള്ള കമൻസ് ഒഴിവാക്കുക. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. ഓക്കെ, മലയാളത്തിൽ നിങ്ങൾക്ക് റീഡിങ്സ് ഉണ്ട്. ഞാൻ ആഴ്ചയിൽ ഇതുപോലെ തന്നെ 2 പിക്കപ്പ് ചാം ഇടുന്നുണ്ട്. പിന്നെ പിക്കപ്പ് ആൽ റീഡിങ്സ് ഇടുന്നതെല്ലാം ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം മലയാളത്തിലാണ്. ഷോർട്സും മലയാളത്തിൽ ഇടുന്നുണ്ട്. നിങ്ങളത് കണ്ടോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കിൽ കാണാം. ഓക്കെ, ദയവേത് അപ്പോൾ ഇങ്ങനത്തെ കമൻസ് ഒഴിവാക്കുക. ഇതിപ്പോൾ 2-3 പ്രാവശ്യം 2-3 ആൾക്കാരോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കമൻസിൽ തന്നെ. പക്ഷേ ചില സമയത്ത് ആ ഒരു എന്താ പറയണ്ടേ, ഒരു പരിധി വിടുകയാണ് പറയുന്ന യൂസ് ചെയ്യുന്ന ലാംഗ്വേജിലൊക്കെ. അപ്പോൾ അതെനിക്ക് അത്രയും അങ്ങ് ഒരു എന്താ പറയണ്ടേ, എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരോട് സംസാരിക്കുന്നതും കമൻറ്റ് സെക്ഷനിലാണെങ്കിലും. തിരിച്ചും ആ ഒരു റെസ്പെക്റ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, ഇംഗ്ലീഷിലുള്ളത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് കാണേണ്ട ആവശ്യമില്ല. ആ ടോപ്പിക്കിൽ തന്നെ മലയാളത്തിൽ പിന്നീട് റീഡിംഗ് വരും. ഓക്കെ, ഞാനത് 2 ഗ്രൂപ്പിനും ഒരുപോലെ റീഡിങ്സ് അവൈലബിൾ ആകുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻസ് ദയവേത് ഒഴിവാക്കുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇത് പറയാണ്ട് ഇനി ശരിയാവില്ല, ഒരു റീഡിങ്ങിലൂടെ അത് പറയാതെ ശരിയാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. എല്ലാവരും ഈ ഇൻട്രൊഡക്ഷൻ കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഇതുപോലുള്ള കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, തീരെ റെസ്പെക്റ്റ്ഫുൾ അല്ലാത്ത ഭാഷയിൽ ഇതുപോലത്തെ കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഞാനത് റിപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാനത് റിമൂവ് ചെയ്യും. ഇതിലേതെങ്കിലും ഒന്നാണ് ഞാൻ ചെയ്യുക. ഓക്കെ, അത് ഞാൻ പറയുകയാണ്. കാരണം അത് എൻ്റെ നമ്മുടെ ചന്ദ്രകണ്ഠ ടാരോട്ട് എന്ന ചാനലിൻ്റെ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കമൻസും മിക്കത് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ പരിധി വിടുന്നു എന്ന് കണ്ടാൽ ഞാനത് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പരസ്പരം ഒരു ബഹുമാനത്തോടെ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി നമ്മുടെ ടോപ്പിക് എന്താണെന്ന് പറയാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചർ സ്പൗസ് റീഡിംഗ് ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒക്കേഷനോ അല്ല നമ്മൾ നോക്കണേ, എവിടെ വെച്ചിട്ടാണ് എന്നുള്ളതല്ല നോക്കണേ, നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യം. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്ന ആ ഒരു സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കണേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യം, ആ ലൊക്കേഷനും കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആളെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇന്നത്തെയും പോലെ 3 ചാംസ് നിങ്ങൾക്കുണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1-ൻ്റെ, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3. 3 ഗ്രൂപ്പുകൾക്കുള്ള ടൈം സ്റ്റാമ്പ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്നൊരു ചാം ചൂസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ, നിങ്ങൾ ആ കൺഫ്യൂസ് ആയിട്ടുള്ള 2 ഗ്രൂപ്പിലെയും റീഡിംഗ് കേൾക്കുക. നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന മെസ്സേജസ് സ്വീകരിക്കുക. ഓക്കെ, എപ്പോഴും ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസും ഒരാൾക്ക് കംപ്ലീറ്റ്ലി റെസനേറ്റ് ചെയ്യില്ല. ഒരു 99% ആണ് റെസനേറ്റ് ചെയ്യുക, കളക്റ്റീവ് റീഡിങ്സിൽ പ്രത്യേകിച്ച്. പിന്നെ നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസും
കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു പിക്കച്ചാം റീഡിംഗ് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ഏതാണെന്നും കൂടെ കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ ടൈം സ്റ്റാമ്പ്സിൽ തൊട്ട് താഴെയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത്രയുമാണ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങളുടെ കൂടാണ്, നിങ്ങളാണ് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ്ലി ഇതിൽ നിന്ന് നിങ്ങളുടെ ചാമ ഏതാണെന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പൂവാണ് നിങ്ങളുടെ ചാമായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻട്രോഡക്ഷൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ജനറലായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെല്ലാവരും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ ടാരോ റീഡിങ് ഇടുന്നു എന്നുള്ളതിൻ്റെ കാരണമാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കേൾക്കണം എന്നാഗ്രഹമുള്ളവർ, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ളവർ അത് കാണാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഞാൻ വളരെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ റെസ്പെക്ട്ഫുള്ളി മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് 1 ഏത് സാഹചര്യത്തിൽ വെച്ചിട്ടാണ്, ഗ്രൂപ്പ് 1ൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഗ്രൂപ്പ് 1ൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 1ൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഗ്രൂപ്പ് 1ൻ്റെ ഫ്യൂച്ചർ സ്പൗസുമായി ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഭയം അല്ലെങ്കിൽ ഒരു സ്റ്റാഗ്നൻസി, എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയില്ല. ഇപ്പോഴത്തെ എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ നിങ്ങൾ ട്രാപ്ഡ് ആയിരിക്കുകയാണ്, അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ. ആ ഒരു സമയത്താണ്, നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയമാണത്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്രയും പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടും എന്ന് നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ആ സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ക്ലാരിഫൈ ദ 7 ഓഫ് സോർട്സ്. ഓക്കെ, അപ്പോൾ എന്താ പറയണ്ടേ, നിങ്ങൾ വളരെ കെയർഫുള്ളി ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു പ്രത്യേകിച്ച് കെയർഫുള്ളി ആണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതെങ്കിലും നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടാവണം ലൈഫിൽ, അതായത് എങ്ങനെയെങ്കിലും ഇതിന് പുറത്ത് കിടക്കണം. അപ്പോൾ കാര്യമായിട്ടൊരു പ്ലാനിങ് ഇല്ലാതെ പുറത്ത് കടക്കണം എന്നുള്ള ഒരു ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയും മാറണം. അത് എങ്ങനെയാണെങ്കിലും മാറിയാൽ മതി, എങ്ങനെയും മുന്നോട്ട് പോയാൽ മതി. ആ ഒരു ചിന്തയിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഭാവിയിൽ ദോഷകരമാകുന്ന ചില സ്റ്റെപ്സ് എടുക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് കാണുന്നു. ഓക്കെ, അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ആക്ഷൻസ് എടുക്കേണ്ട ഒരു സമയമാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ലൈഫിൽ നിങ്ങൾ വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയമാണ്. പിന്നെ അപ്പോൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് വല്ലാത്തൊരു സ്ട്രെസ്സും ആ ഒരു ആൻസൈറ്റിയും ഭയവും ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാറുണ്ട്, തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് രണ്ട് കൽപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകും, മനസ്സിലായി. കൃത്യമായിട്ട് സിറ്റുവേഷനെ കുറിച്ച് അനലൈസ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ, അതൊരു തെറ്റിദ്ധാരണയാണെന്ന് പറയണേ. ഓക്കെ, ആ ഒരു ടെൻഡൻസി ഉണ്ടാവും എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് എന്താ പറയണ്ടേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ബാലൻസ്, ആ ഒരു ഹാർമണി എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരു വളരെ സന്തോഷമുള്ള ഒരു സമയത്തിലേക്ക് വരാനായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ഓക്കെ, അതിനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇങ്ങനെ ഓപ്ഷനായിട്ട് തരികയാണ്. വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തോളൂ, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്തോളൂ. അങ്ങനെ ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഈശ്വരൻ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ സ്റ്റാഗ്നൻ്റ് ആണ്, സ്റ്റക്കാണ്, പറഞ്ഞ പോലെ വളരെ സ്ട്രെസ്സും ആൻഷ്യസും ഒക്കെയാണ്, പേടിയൊക്കെ ഉണ്ട്. ആ ഒരു അവസരത്തിൽ ഇങ്ങനെ എന്താ പറയുക, എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. അതായത് കൃത്യമായൊരു കണക്ക് കൂട്ടലൊന്നും ഇല്ലാതെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ സിറ്റുവേഷൻ നിൽക്കുന്ന ആ അവസരത്തിലാണ് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, യൂണിവേഴ്സ് ചില ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നിങ്ങൾ ചൂസ് ചെയ്യണം, നിങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. ഏതാണ് വേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താ പറയുക കണക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ആഗ്രഹവുമായിട്ട് കണക്ട് ചെയ്യുന്നത്, നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിനോട് കണക്ട് ചെയ്ത് ഉള്ള അവസരം ഇതിൽ ഏതാണ്, ഓക്കെ, ഓപ്പർച്യൂണിറ്റി ഏതാണ് എന്നുള്ളത് നിങ്ങൾ ഇരുന്ന് ചിന്തിച്ച് ചൂസ് ചെയ്യേണ്ടതാണെന്നാണ് പറയണേ. അങ്ങനെ നിങ്ങൾക്കൊരു
യെസ്. അപ്പോൾ ഇപ്പോൾ ജോലിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഇപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ടാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ വളരെ ചെറിയ ഒരു ജോലി കിട്ടുന്ന ഒരു സമയം, അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ടൈം, ആ ഒരു സമയത്ത് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പം വളരെ ചെറിയ ജോലിയാണ്, അവസരങ്ങൾ വരുന്നത് നിങ്ങളുടെ ഒരു ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കില്ല, അതിന് താഴെയുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് സ്വീകരിക്കാൻ താല്പര്യമില്ല. അപ്പോൾ കരിയറിലും ഫൈനാൻസിലൊക്കെ ഒരു പ്രോഗ്രസ് വേണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നിങ്ങനെ നിങ്ങൾ ആലോചിച്ച് വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സമയമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു സമയത്ത് ചിലപ്പോൾ കരിയറിൽ പ്രോഗ്രസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പുതിയൊരു കരിയർ പാത്ത് ചൂസ് ചെയ്യാം. നിങ്ങൾ പഠിച്ച ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ജോലിയൊന്നും കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ പുതിയ കരിയർ പാത്ത് ചൂസ് ചെയ്യാം. എന്നിട്ട് അതിന് ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു കോഴ്സൊക്കെ എടുക്കുക. ഒരു ഇടക്കാല കോഴ്സ് എന്നാണ് കാണുന്നത്. അതായത് ഇപ്പോൾ ഡിഗ്രിയോ മാസ്റ്റേഴ്സോ ഒന്നുമല്ല, ഒരു വർഷത്തൊക്കെ മാക്സിമം കോഴ്സ് എടുക്കുന്നു, അതിനായിട്ട് പഠിക്കുന്നു. അങ്ങനെ ആ സ്റ്റാഗ്നൻസിയിൽ നിന്ന് ഈ വരുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് പതുക്കെ പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമം. അപ്പോൾ കുറച്ച് കാത്തിരിപ്പിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, ഞാൻ എന്തോരം എഫേർട്ട് എടുത്തിട്ട് ഒരു റിസൾട്ട് ഇല്ലല്ലോ എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയിരിക്കുക. ഗ്രൂപ്പ് 1 ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ വെച്ചിട്ടാണ് അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കാണുന്നത്? അപ്പോൾ ഇങ്ങനൊരു അവസരത്തിലൂടെ പോകുമ്പോൾ നിങ്ങളൊരു എന്താ പറയണ്ടേ, ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു റീയൂണിയൻ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഒരു റീയൂണിയൻ പോലത്തെ ഒരു സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പോയി ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കാണുന്നു. അതിലൂടെ ആ ഒരു ഫംഗ്ഷൻ സിഗ്നിഫിക്കൻ്റ് ആണെന്നാണ് ഞാൻ കാണുന്നത്. അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല പോകുന്നത്. കരിയറിലാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന ഗ്രോത്ത് ഒന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്താൻ പറ്റുന്നില്ല. നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും കാര്യമായിട്ടൊരു പുരോഗതി ലൈഫിലില്ല ജനറലി. പിന്നെ കരിയർ വൈസ് എടുത്ത് പറയുന്നുണ്ട് ഇവിടെ. നിങ്ങൾ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ പഠിച്ച ഇതിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ, അതായത് എങ്ങനെയെങ്കിലും ജോലി വേണം, ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയെങ്കിലും പുറത്ത് കിടക്കാന്നുള്ള ഒരു ഡെസ്പറേഷൻ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വേറെ കോഴ്സ് പഠിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ജോലി കിട്ടുന്നൊരു കോഴ്സ് ഇങ്ങനെയുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കും വേഗം പോവുക, ജോയിൻ ചെയ്യുക, പഠിക്കുക, അങ്ങനെ ഒരു ടെൻഡൻസി. ചിലപ്പോൾ നിങ്ങളത് ചെയ്തു തന്നെ വരാം. അതും കാണുന്നുണ്ട്. അങ്ങനെ പക്ഷേ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ആ ഒരു റിസൾട്ട്, ആ ഒരു പ്രോഗ്രസ് കാണാതെ ഇരിക്കുന്ന ഒരവസ്ഥ. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ, ആ ഒരു എന്താ പറയുക, സഹനശക്തിയുടെ ക്ഷമയോടെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് നിങ്ങൾക്കൊരു റീയൂണിയൻ അറ്റൻഡ് ചെയ്യാനോ, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. അതിലിപ്പോൾ ഒരു ഗെറ്റ് ടുഗദർ ആവാം, അല്ലെങ്കിൽ റീയൂണിയൻ ആവാം, ഒരു സ്കൂൾ കോളേജ് റീയൂണിയൻ ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ജസ്റ്റ് പുറത്ത് പോകുന്നതാകാം. ഒരു ഔട്ടിങ്, അവരെ വിളിക്കുകയാണ്, കുറേ നാളായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ല, കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വിചാരിച്ചൊരു പ്രോഗ്രസ് എത്തിയിട്ടില്ല. അതിൻ്റേതായ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിലൂടെയാണ് നിങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ആ ഇവൻറ്റിലൂടെയാണ് നിങ്ങൾ ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നത്. ചിലപ്പോൾ ഫ്രണ്ടിൻ്റെ, നിങ്ങളുടെ സുഹൃത്തിൻ്റെ കല്യാണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. സുഹൃത്തിൻ്റെ കല്യാണം നിശ്ചയമോ, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ പിന്നെ അവർ പുതിയ വീട് വെച്ച് വീട് കയറി താമസം, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ചിട്ടാണ് ഈ വ്യക്തിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നത്. നിങ്ങൾ കുറച്ചൊരു എന്താ പറയുക, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിൽ നേടിയിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ കാണുന്നു. പക്ഷേ നിങ്ങൾ അതിൽ നിന്നിങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു ടെൻഡൻസി അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്തു വരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫേസ് അവസാനിക്കാൻ പോവുകയാണ്. ഏതൊരു ഫേസ് അവസാനിക്കാൻ പോകുമ്പോൾ, പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടുള്ള നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള കാലമാണെങ്കിൽ ആ കാലം അവസാനിക്കുന്നതിന് തൊട്ട് മുന്നേ അതിൻ്റെ ഇൻറ്റൻസിറ്റി വല്ലാതെ കൂടും. അതുപോലത്തെ ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോകുക. അപ്പോൾ മറ്റുള്ളവരുടെ ലൈഫ് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയയല്ല, പക്ഷെ നിങ്ങൾക്ക് വിഷമമാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റമില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമില്ലല്ലോ, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ഒരു മാറ്റമില്ലല്ലോ എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ശക്തമാകുന്നൊരു സമയമുണ്ട്. വല്ലാതൊരു വിഷമം വരുന്ന ഒരു സമയമുണ്ട്. അത് ആ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഫേസ് അവസാനിക്കുകയാണ്. അത് അവസാനിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ആ ഒരു നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിൽ ആ വിഷമം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു നിരാശ ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ് ചെയ്യുന്നത്. മിക്കതും നിങ്ങൾക്ക് ആ ഒരു സമയത്തിരിക്കുമ്പോൾ
ഒരു യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യാനായിട്ടൊരു അവസരം വരുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം. ഒരു റീലൊക്കേഷൻ, ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. അതിലൂടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആവാം. ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ അപ്പോൾ നിങ്ങൾ ആ യാത്ര ചെയ്യുകയാണ്. ആ യാത്രയിലൂടെ നിങ്ങളുടെ ലൈഫ് അങ്ങനെ മാറുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ പറഞ്ഞ പോലെ ഫ്രണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇവൻറ്റിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ പുറത്ത് പോകുമ്പോഴാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, എന്തായാലും ആ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്തൊക്കെ കഴിഞ്ഞ് വരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു നിരാശ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതിനുശേഷം വളരെ പെട്ടെന്നാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുക. അതെ, ഞാൻ പറഞ്ഞു ജോലി സംബന്ധമായിട്ടായിരിക്കുന്നു. ഒരു എന്താ പറയുക ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരികയാണ് ഒരു ജോലി സംബന്ധമായിട്ട്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം വരുമ്പോൾ അറിയാം ഇത് നിങ്ങൾക്ക് നല്ലതാണ് എന്നൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ഇൻറ്റ്യൂട്ടീവ് സെൻസ് ഉണ്ടാവും. ഓക്കെ, ഇത് നല്ലൊരു അവസരമാണ്, ഇതെനിക്ക് നല്ലതാണ്, ഇതെൻ്റെ ലൈഫിലേക്ക് നല്ലതാണ് എന്നൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവുകയും നിങ്ങൾ ആ ഒരു അവസരം ചൂസ് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് ലഭിച്ച അല്ലെങ്കിൽ ഒരുപാട് നാൾ കാത്തിരുന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങളിങ്ങനെ ഇനി എന്ത് ചെയ്യാനാണ്, ഇനി എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നെത്തി നിൽക്കുന്ന ആ പോയിന്റിലാണ് നിങ്ങൾക്ക് ഈ ഒരു അവസരം വരുന്നത്, ഈ ഒരു പുതിയ തുടക്കം. ഓക്കെ, സാമ്പത്തികമായിട്ടും ജീവിതത്തിൽ കൂടുതൽ ഭദ്രതയും സുരക്ഷതയും ഫീൽ ചെയ്യുന്ന ഒരു എന്താ പറയുക ഫേസിലേക്ക് നിങ്ങൾ കടക്കുന്നത്, ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത്. അത് ഞാൻ പറഞ്ഞ കുറേ പേർക്ക് മിക്കതും നിങ്ങളൊരു യാത്ര, ഒരു റീലൊക്കേഷൻ, പ്രത്യേകിച്ച് ഒരു ഓവർസീസ് ട്രാവൽ, അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടാണെന്നാണ് ഞാൻ കാണുന്നത്, അതിനും ഒരവസരം കിട്ടുന്നുണ്ട്. പക്ഷെ അതിലൂടെ അവിടുന്ന് എന്താ പറയുക ലൈഫ് മാറുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് മീറ്റിൽ ഇപ്പോൾ ഓൾറെഡി ഗ്രൂപ്പ് 1 വളരെയധികം എന്താ പറയണ്ടേ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ വ്യക്തിനെ കണ്ടുമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു, ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാൻ സാധിക്കുക? ഈ ഫസ്റ്റ് മീറ്റിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ ഗ്രൂപ്പ് 1 ഈ ഒരു വ്യക്തിനെ? നോട്ട് ചെയ്യുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് നോട്ട് എങ്കിലും ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ വ്യക്തിനെ നോട്ടീസ് ചെയ്യുന്നുണ്ട്, അവരെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവർ വളരെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ചിലപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ വേറൊരു നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളതായിരിക്കാം. ഓക്കെ, അവർ ചിലപ്പോൾ വേറൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നതോ കാര്യങ്ങളോ ഒക്കെ, പക്ഷെ അവർ ഈ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് നാട്ടിലേക്ക് വന്നിട്ടുള്ളതായിരിക്കാം, അങ്ങനെ കാണുന്നു. പക്ഷെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഒരു എക്സ്ട്രോവേർട്ട് എനർജിയാണ്, അവർ വളരെ അട്രാക്റ്റീവാണ് കാണാനായിട്ട്. എല്ലാവരുമായിട്ട് സംസാരിക്കുക. ഓക്കെ, അവരങ്ങനെ ഇനീഷ്യേറ്റ് ചെയ്ത് എല്ലാവരുമായിട്ട് സംസാരിക്കുന്നു, എല്ലാവർക്കും പരിചയമുള്ള അങ്ങനത്തെ ചില ആൾക്കാരുണ്ടാവില്ല, ചില വ്യക്തിത്വങ്ങളിൽ എല്ലാവർക്കും അറിയാം, എല്ലാവരെയും അറിയാം, അങ്ങനത്തെ ഒരാളാണ്. പിന്നെ പോലെ തന്നെ കാണാനും വളരെ അട്രാക്റ്റീവാണ്, ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്. അത് അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു വൈബ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അവർ വളരെ സക്സസ്ഫുൾ ആണ് എന്നും കൂടെ ഞാൻ കാണുന്നുണ്ട്. ആ ഒരു ഇവൻറ്റിൽ ലൈം ലൈറ്റ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആയിട്ട് അവർ ഉണ്ടായിരിക്കും, എല്ലാവരും അവരോട് വന്ന് സംസാരിക്കുന്നതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ഇനീഷ്യലി ആ ഒരു മീറ്റിൽ നിങ്ങൾക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയോട്. ഓക്കെ, നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ, ഒരു മ്യൂച്വൽ അട്രാക്ഷൻ, അവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ട് അതിനെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ഇഷ്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക അട്രാക്റ്റഡ് ആയാൽ പോലും നിങ്ങളതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു ശ്രമവും ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളിപ്പോൾ ആലോചിക്കുക എൻ്റെ ലൈഫിൽ ഇപ്പം തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ആദ്യം ഒന്ന് സോൾവ് ആവട്ടെ, എന്നിട്ടാവാം എന്താ പറയുക പ്രണയവും മറ്റു കാര്യങ്ങളും. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് സ്വയം തന്നെ വരികയാണ് ഇവരുടെ അട്രാക്ഷൻ തോന്നിയാൽ പോലും. ഓക്കെ, ഈ വ്യക്തി ചിലപ്പോൾ സാധാരണ നിങ്ങൾ ഒരു അട്രാക്റ്റഡ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ടല്ലോ, അതിൽ നിന്ന് ടോട്ടൽ ഡിഫറെൻ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ ഒരു വളരെയധികം ഒരു അട്രാക്ഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ട്രാവൽ എനർജി വളരെ സ്ട്രോങ് ആണ്. ട്രാവൽ എനർജി എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്ട്രോങ് ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ പോലും ചിലപ്പോൾ നിങ്ങൾ യാത്ര നടത്തുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഒരു യാത്ര, നിങ്ങളുള്ള ലൊക്കേഷനിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറുന്നുണ്ട്, അതായത് അവിടേക്ക് പോകുന്നുണ്ട്. അവിടെ ചിലപ്പോൾ സ്റ്റേ ചെയ്ത് ഇവൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ചു വരുന്നത്. ആ ഒരു യാത്രയിലും ആ ഫംഗ്ഷനിലുമാണ് നിങ്ങൾ ഈ വ്യക്തിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ.
അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക പുതിയ പെർസ്പെക്റ്റീവ് കിട്ടുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആവുന്ന ഒരു ടൈപ്പല്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് സാധാരണ തോന്നുന്നതിനേക്കാൾ വളരെ വല്ലാത്തൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഈ വ്യക്തിയോട് തോന്നുകയാണ്. ഓക്കെ, അതൊരു നിങ്ങൾക്ക് തന്നെ ഒരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾക്ക് തന്നെ അത് നിങ്ങൾ തന്നെ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് ഞാൻ കേൾക്കണേ, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നു എന്ന്. ഓക്കെ, എന്താണ് ഗ്രൂപ്പ് വണ്ണിനുള്ള ഗൈഡൻസ് ഈ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട്? അവർക്കുള്ള ഗൈഡൻസ് എന്താണ്? അവിടെ നിന്ന് എനർജറ്റിക്കലി എന്താ പറയണ്ടേ, നിങ്ങൾ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു യൂണിയൻ്റെ ഒരു എനർജി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ന്യൂ ഫേസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ആ ഫസ്റ്റ് മീറ്റിൽ തന്നെ നിങ്ങൾ എനർജറ്റിക്കലി അവിടെ ഒരു കണക്ഷൻ വരുന്നു, അവിടെ നിന്ന് ഒരു പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കണക്ഷൻ ചിലപ്പോൾ റിയൽ ലൈഫിലല്ല, ആദ്യം ഞാൻ എനർജറ്റിക്കലിയാണ് കാണുന്നത്. അത് വല്ലാത്തൊരു ഒരു കണക്ഷൻ തോന്നുക. പിന്നെ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ ലൈഫിൽ പല അവസരങ്ങളിൽ ഈ വ്യക്തിനെ കോൺടാക്ട് ചെയ്യുകയോ കാണുകയോ ഒക്കെ വരിക, അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്തിട്ട് അങ്ങനെയാണ് അവിടെ നിന്ന് ഒരു റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്നത്. കുറച്ച് സമയമെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫിൽ പല ബുദ്ധിമുട്ടുകളും വരും. ഓക്കെ, ഒരു പ്രശ്നം കഴിഞ്ഞിട്ടാവാം ലൈഫിൽ സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ലൈഫ് ആസ്വദിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ആളുകളാണ് ഇതിൽ കൂടുതൽ, ഈ ഒരു ഗ്രൂപ്പിൽ കൂടുതൽ. അത് പാടില്ല എന്ന് പറയണം. ഓക്കെ, നമുക്ക് കഷ്ടപ്പാടുകൾ ശരിയാണ്, വല്ലാത്ത കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അല്ലേ. സന്തോഷം കണ്ടെത്തില്ലെങ്കിലും ഒന്ന് മനസ്സിന് സ്വസ്ഥത കൊടുക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് ഒരു ആശ്വാസം നൽകുന്ന കാര്യങ്ങളിൽ കൂടി നിങ്ങൾ ഇൻവോൾവ് ആകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, എപ്പോഴും ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിനും പ്രശ്നമാണ്, നിങ്ങളുടെ ലൈഫിനും പ്രശ്നമാണ്. നിങ്ങളുടെ ലൈഫിലോട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ റിലാക്സ്ഡ് ആകുമ്പോഴാണ് മുന്നോട്ട് പോകാനുള്ള വഴികൾ താനെ തെളിഞ്ഞു വരും നിങ്ങളിൽ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത് എന്താ പറയുക, ഒരു കാര്യം കഴിഞ്ഞിട്ട് മതി, നെക്സ്റ്റ് ഒരു അറ്റ് എ ടൈം ഒരു കാര്യം പറ്റുള്ളൂ, പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ട് മതി ലൈഫ് ആസ്വദിക്കുന്നത് അല്ലെങ്കിൽ ലൈഫിൽ റിലാക്സ് ചെയ്യുന്നത്. അങ്ങനത്തെ തീരുമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കൂ. ഓക്കെ, നമ്മൾ ലൈഫിൽ ചാലഞ്ചസ് എപ്പോഴും ഉണ്ടായിരിക്കും, ഒരു തരത്തിലായിരിക്കും മറ്റൊരു തരത്തിലുണ്ടായിരിക്കും. ഓക്കെ, ചില സമയത്ത് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടും, ചില സമയത്ത് കുറവായിരിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ ഒരു പെർഫെക്റ്റ് ബാലൻസ് വേണം. അവിടെ നമ്മൾ ലൈഫിൽ പറഞ്ഞ പോലെ റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനുമുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെ തന്നെ റിലാക്സ് ചെയ്യാനും ആ വേണ്ട റെസ്റ്റ് എടുക്കാനും ഒക്കെ ശ്രമിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ വല്ലാത്തൊരു വിഷമം പിടിച്ചൊരു ഘട്ടത്തിൽ കൂടെ മുമ്പ് സന്തോഷം കണ്ടെത്തുന്നത് എളുപ്പമായിരിക്കില്ല. പക്ഷെ അപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളുടെ സിറ്റുവേഷൻ കാര്യമായി ശരിയായി മനസ്സിലാക്കുന്ന വ്യക്തികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടും മനസ്സിന്, ഇല്ലേ? നിങ്ങൾക്ക് അവിടെ ഒരു എൻകറേജ്മെൻറ്റ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതിനും നിങ്ങൾ സമയം കണ്ടെത്തണം. അതൊരിക്കലും ഒഴിവാക്കരുത്. അതൊരിക്കലും എന്താ പറയുക, എനിക്ക് വേണ്ട അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞാൽ തട്ടിക്കളയരുത്. കാരണം ഈശ്വരൻ ആ ഒരു അവസരം കൊണ്ടുതരുന്നത് നിങ്ങൾ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ റിലാക്സ്ഡ് ആകുമ്പോഴാണ് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള വഴി നിങ്ങൾക്ക് തന്നെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള അവസരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുക. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു ട്രാവൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ എപ്പോഴാണ് തീരുമാനിക്കുന്നത് പാസ്റ്റിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട്, അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ആ പ്രോഗ്രസ് വരിക. നിങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരം ഒരു ട്രാവലിംഗ് ഓപ്പർച്യൂണിറ്റി, ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ അതിലൊരു ട്രാവൽ ആൻഡ് റിലൊക്കേഷൻ ഉണ്ട്. നിങ്ങൾക്കത് കിട്ടുമ്പോൾ നിങ്ങൾ അതുമായി മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അതാണ് നിങ്ങൾക്ക് നല്ലതായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ നിങ്ങൾ അനുഭവിക്കുന്ന ചാലഞ്ചിൽ നിന്ന് പുറത്ത് കടക്കാൻ അത് ഒരുപാട് സഹായിക്കും എന്നും കൂടെ കാണുന്നുണ്ട്. ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയുന്നു. അമിതമായിട്ടുള്ള സ്ട്രെസ്സ്, ഓവർ തിങ്കിങ് ഇതൊക്കെ ഒഴിവാക്കണം. ഓക്കെ, നിങ്ങൾ ഈ കാട് കയറി ചിന്തിക്കുന്നതല്ല നിങ്ങളുടെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. കാരണം ഒരുപാട് ചിന്തിച്ച് നിങ്ങൾ ആ ഒരു ട്രാപ്ഡ് സിറ്റുവേഷനിലാണ് ഇരുന്ന് പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ടവർ മൊമെൻറ്റ് സംഭവിക്കുക. ആ ടവർ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഡിവൈൻ നേരിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സ് നേരിട്ട് വന്നിട്ട് ആ റീഅറേഞ്ച്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നടത്തുകയാണ്. അപ്പോൾ ഏതിൽ നിന്നാണോ നിങ്ങൾ പുറത്ത് കിടക്കേണ്ടത്, ആ സിറ്റുവേഷനിൽ നിങ്ങളെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അടുത്തേക്ക് ഇടുകയാണ്. ആ ഒരു എനർജി ഷിഫ്റ്റ് വളരെ എന്താ പറയുക, ഫോഴ്സ്ഫുള്ളായിരിക്കും, നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്തതായിരിക്കും. അത് ശരിക്കും നമുക്കൊരു നമ്മളാകെ പിടിച്ചൊന്നും ഒലയ്ക്കുന്ന ടൈപ്പ് ഒരു ചേഞ്ചാണായിരിക്കുക. ഓക്കെ, നല്ല ചേഞ്ച് ആണെങ്കിലും മോശമായിട്ടുള്ള ചേഞ്ച് ആണെങ്കിലും അത് നമ്മളാകെ ഒന്നും ഒലയ്ക്കും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഓവർ തിങ്കിങ് ഒക്കെ നിർത്താതെ ഫ്യൂച്ചറിലും പ്രസൻറ്റിലും ഫോക്കസ് ചെയ്യാതെ
നിങ്ങൾ ഈ ട്രാപ്ഡായ സിറ്റുവേഷനിൽ തന്നെ ഇരുന്നിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒരു ടവർ മൊമെൻ്റ് ആണ് സംഭവിക്കുക. ഓക്കെ, അത് ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു തരത്തിൽ നോക്കിയ ഒരു മൈനർ ടവർ മൊമെൻ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും ഓക്യുപ്പൈഡ് ആണ്. അപ്പോൾ നിങ്ങളെപ്പോഴും ആ ഒരു കണക്ഷൻ, ആ ഒരു ഡിവൈൻ യൂണിയന് നിങ്ങളെപ്പോഴും ഓപ്പൺ ആയിരിക്കണം. നിങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്, അത് പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈഫാണ് ഇപ്പം എങ്ങനെയാണ് ശരിയാവാൻ തോന്നുന്നു, നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ ലൈഫും ഇപ്പോഴത്തെ നിങ്ങളുടെ പ്രസൻറ്റ്, നിങ്ങളുടെ പാസ്റ്റ്, ഫ്യൂച്ചർ എല്ലാം അറിയുന്നതാണ് യൂണിവേഴ്സ്. അപ്പോൾ യൂണിവേഴ്സിനെ അറിയാം ഏത് സമയത്ത് കൊണ്ടുവരണം ഏത് എനർജി നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, എപ്പോൾ കൊണ്ടുവന്നാലാണ് നിങ്ങളത് കൂടുതൽ ആസ്വദിക്കുക, നിങ്ങൾക്കത് കൂടുതൽ ഗുണകരമാകുക എന്നുള്ളത് യൂണിവേഴ്സിനാണ് അറിയാം, നമുക്കല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഈ പുതിയ അവസരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഡിവൈൻ യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു എനർജി ഷിഫ്റ്റ് വരുമ്പോൾ അതിന് നിങ്ങൾ സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ലൈഫിലൊരു ഓർഡർ, ഒരു ഓർഗനൈസ്ഡ് ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. കൃത്യമായൊരു സമയത്ത് എണീക്കണം, അതുപോലെ തന്നെ കൃത്യമായൊരു സമയത്ത് കിടക്കണം, കൃത്യമായ ഉറക്കം ലഭിക്കണം, അതുപോലെ റെസ്റ്റ് ലഭിക്കണം, അതുപോലെ വർക്ക് ചെയ്യാനൊരു സമയം വെക്കുക. ഓക്കെ, അങ്ങനെ ഒരു ലൈഫിലൊരു ഓർഡർ വേണം എന്നാണ് പറയണത്. അതും നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല എനർജീസ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ആ ഒരു ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരും. എത്രത്തോളം നിങ്ങളെ തന്നെ യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നുവോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളെ കാണുന്ന എത്ര വലിയ പ്രശ്നമാണ്, എത്ര വലിയ ചാലഞ്ചാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം നിങ്ങൾ വിജയകരമായി മറികടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാറ്റിസ്ഫൈഡ് ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതിന് ഈ പറഞ്ഞ ഗൈഡൻസ് ഫോളോ ചെയ്യുക. എല്ലാത്തിനും ഉപരി നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവിതത്തെയും യൂണിവേഴ്സിന് സമർപ്പിക്കുക. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് ഓരോ അവസരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിന് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. ഓക്കെ, കൺട്രോളിങ് ടെൻഡൻസി ഒട്ടും പാടില്ല. എനിക്ക് ഇങ്ങനെ ഈ സമയത്ത് നടക്കണം, ഇന്ന കാര്യം നടക്കണം, ഇന്നതുപോലെ നടക്കണം, അങ്ങനെയൊന്നും നമ്മൾ വാശി പിടിക്കാനായിട്ട്, ശാഠ്യം പിടിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടതായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ ഒരു തരത്തിൽ നിങ്ങൾ തന്നെയാണ് തടയുന്നത്. അത് വരുന്ന രീതി ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളത് വേണ്ടാന്ന് വെക്കുമ്പോൾ നിങ്ങൾ ആ ഒരു നല്ലൊരു സമയം തന്നെ നിങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിനാണ് അറിയാം നമ്മുടെ കഴിഞ്ഞു പോയ കാലം, നമ്മുടെ ഇപ്പോഴത്തെ കാലം, ഇനി വരാനിരിക്കുന്ന കാലമൊക്കെ യൂണിവേഴ്സിനാണ് അറിയാം. അപ്പോൾ അതനുസരിച്ച് യൂണിവേഴ്സിന് തന്നെയാണ് അറിയാൻ പറ്റുക എപ്പോൾ എന്ത് കൊണ്ടുവന്നാലാണ് നിങ്ങൾക്ക് നല്ലതായിരിക്കുക, നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുക എന്നുള്ളത്. അതെപ്പോഴും ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇനി നമുക്ക് ക്യാപ്സൂൾ ക്രൂസ് നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ നിങ്ങളുടെയും ഒക്കെ പേരിൻ്റെ ഇനീഷ്യൽ, ഡേറ്റ് ഓഫ് ബർത്ത് മന്ത്, സോഡിയാക് സൈൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിൽ കാണുന്ന മാസങ്ങൾ ഈ പറഞ്ഞ ഈ പറയുന്ന ഫേസ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഫേസസ് ഉണ്ടല്ലോ അതൊക്കെ നടക്കുന്ന മാസങ്ങളായിരിക്കാം. അത് ഇനി വരുന്ന വർഷത്തിൽ തന്നെ ആവണമെന്നില്ല. അത് നിങ്ങൾ ഡിവൈൻ യൂണിയനിൽ എവിടെ എത്തി, ആ ഒരു ജേർണിയിൽ എവിടെ എത്തി എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് സോഡിയാക് സൈൻ ആകെപ്പാട് രണ്ടെണ്ണമാണ് കിട്ടിയിരിക്കുന്നത്, സാജിറ്റേറിയസ്, ടോറസ്. ഓക്കെ, അപ്പോൾ സാജിറ്റേറിയസ് സീസൺ എന്ന് പറഞ്ഞാൽ നവംബർ അവസാനം തൊട്ട് ഡിസംബർ ആദ്യം എന്നാണ് എൻ്റെ ഓരോ ഓർമ്മ. പിന്നെ ടോറസ് സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ അവസാനം തൊട്ട് മെയ്യിൻ്റെ ആദ്യ പകുതി. ഓക്കെ, അതാണ് ടോറസ് സീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാജിറ്റേറിയസ് അല്ലെങ്കിൽ ടോറസ് പ്ലേസ്മെൻറ്റ് നിങ്ങളുടെ സൺമൂൺ റൈസിങ്ങിലോ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ സൺമൂൺ റൈസിങ്ങിലോ ഉണ്ടാകാം. ഓക്കെ, പിന്നെ നമുക്ക് 2 മാസം കിട്ടിയിട്ടുണ്ട്, ഫെബ്രുവരിയും ജൂൺ. അത് ഇനി വരുന്ന വർഷത്തെ ഫെബ്രുവരി ജൂൺ ആയിരിക്കാം. അല്ല നിങ്ങളൊക്കെ ഒരു വളരെ ബിഗിനിങ് സ്റ്റേജിലാണെങ്കിൽ അതിൻ്റെ അടുത്ത വർഷത്തെ ഫെബ്രുവരി ജൂൺ സമയമായിരിക്കാം. എന്തായാലും ആ ഒരു കാലഘട്ടം, ആ ഒരു സമയം, ഓക്കെ, ഒരു സമ്മർ സീസൺ, കാരണം നമുക്ക് സമ്മർ എന്നുള്ളത് എടുത്ത് വന്നിട്ടുണ്ട്. സമ്മർ സീസൺ ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായി കണ്ടുമുട്ടുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് സമ്മർ സീസൺ ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വെനസ്ഡേ കിട്ടിയിട്ടുണ്ട്. വെനസ്ഡേ ചിലപ്പോൾ നിങ്ങൾ ജനിച്ച ആഴ്ചയായിരിക്കാം. പിന്നെ നമുക്ക് 3 എന്ന് പറയുന്ന ഒരു തീയതിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജനന തീയതി 3 ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ജനനമാസം ഫെബ്രുവരിയോ ജൂണോ ആയിരിക്കാം. എന്തായാലും ഈ ക്ലൂസ്, പ്രത്യേകിച്ച് ഈ മാസങ്ങൾ, സോഡിയാക് സൈൻസ്, ഡേറ്റ്, ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്ട് ചെയ്യുന്നതും കൂടിയാണ്. ഇനി നമുക്ക് ഇനീഷ്യൽസ് ഉണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. KUCIT. ഓക്കെ,
ഇത്രയുമാണ് ഇനീഷ്യൽസ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. നിങ്ങൾക്ക് ഈ റീഡിംഗ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് കിട്ടി അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള റീഡിംഗ് ഇനിയും എന്നിൽ നിന്ന് കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. ഇമെയിൽ, വാട്സപ്പ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത്രയും നേരം റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയാണ്. നിങ്ങൾക്കെല്ലാം നന്മകളും നേരുന്നു, എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ ഈ ഒരു പൂവാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഗ്രൂപ്പ് 2-ൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ വെച്ചിട്ടാണ് അവർ അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഗ്രൂപ്പ് 2-ൻ്റെ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിൽ വെച്ചാണ് അവർ അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. Clarify the 9 of Swords. Thank you. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ എപ്പോഴും ഓവർ തിങ്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം. അതുപോലെ തന്നെ ലൈഫിൽ വരുന്ന അനുഗ്രഹങ്ങളെയൊക്കെ അല്ലെങ്കിൽ വരുന്ന മാറ്റങ്ങളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് സാധാരണയായിട്ട് നിങ്ങൾ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണെങ്കിലും അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, ഉറക്കമൊക്കെ നഷ്ടപ്പെടുക, ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടിരിക്കുക, അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കാട് കയറി ചിന്തിച്ച് ഓക്കെ, റിയാലിറ്റി ചിലപ്പോൾ അത്രയും ഭീകരാവില്ല, പക്ഷെ നിങ്ങൾ ചിന്തിച്ച് അതിനൊരു വല്ലാത്ത ഭീകരതയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ടെൻഡൻസി ഉള്ള ആളായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സ്പിരിച്വൽ അവേക്കണിങ് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു ആൻസൈറ്റിയിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനിൽ ഫോക്കസ് ചെയ്ത് ലൈഫിൽ മുന്നോട്ട് പോകുന്നൊരവസ്ഥ. അപ്പോൾ നിങ്ങളുടെ ഒരു വലിയ സ്ട്രഗ്ലിംഗ് പീരീഡ് അവസാനിക്കുകയാണ്. ആ സ്ട്രഗ്ലിംഗ് പീരീഡിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതായത് ഈ ഒരു ചലഞ്ച് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റിയത് കൊണ്ട് ഇനി ലൈഫിൽ എന്ത് ചലഞ്ച് വന്നാലും എനിക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ നിൽക്കുന്നൊരു സമയം. അതുപോലെ തന്നെ മാറ്റങ്ങളെ ഭയക്കാതെ അതിനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഒരു എന്താ പറയണ്ടേ ഒരു രീതി മാറുന്നുണ്ട്. ആ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഓക്കെ, ആ ഒരു സ്റ്റാഗ്നൻസി പീരീഡിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് കടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ്. അതായത് ഈ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ, അപ്പോൾ അതിന് പുറത്ത് കിടക്കേണ്ട ആ ലാസ്റ്റ് മിനിറ്റിലാണ് അപ്പോൾ ഏത് വഴി ഇനി മുന്നോട്ട് ഏത് വഴിയിലൂടെ പോകണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിലും പണ്ടത്തെ പോലെ ഓവർ തിങ്ക് ചെയ്യാതെ നിങ്ങൾ എന്താ പറയുക, കഴിഞ്ഞ കാലത്തിനെ മാറ്റി വെച്ചിട്ട്, കഴിഞ്ഞ കാലം അത് കഴിഞ്ഞതാണ്, അതിൽ ശരിയാണ്, വിഷമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും അതിലിഞ്ഞ് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചും നിങ്ങളുടെ പ്രസൻറ്റ് മൊമെൻറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന രീതിയിൽ, വളരെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടെ ചിന്തിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക തിങ്കിങ് പാറ്റേൺ തന്നെ മാറുകയാണ്. ഓക്കെ, അപ്പോൾ അതിലൊരു മാറ്റം വരുന്നു. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആസ് എ വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് സംഭവിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സ്പിരിച്വൽ അവേക്കണിങ് ആണ് അത് ട്രിഗർ ചെയ്യുന്നത്. ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ വ്യക്തിയെ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു വേസ്റ്റ് കേസ് സിനാരിയോയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളായിരുന്നെങ്കിൽ ഈ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്ന ആ ഒരു സമയത്ത് നിങ്ങളിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കേസ് സിനാരിയോനെ മാറ്റി നിർത്തി
ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ബെസ്റ്റ് കേസ് സിനാരിയോ മാത്രമേ ചിന്തിക്കുള്ളൂ, അതിനെ മാത്രമേ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. ക്ലാരിഫൈ റേറ്റ് ഓഫ് കോയിൻസ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീം ജോബ്, ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോബ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ ഫർദർ സ്റ്റഡിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം ചെയ്യാണ്. ഓക്കെ, നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. അതിന് വേണ്ടുന്ന പ്രിപ്പറേഷൻസ് നിങ്ങൾ ചെയ്യാണ്. ഓക്കെ, ആ ഒരു എഫേർട്സ് എടുത്ത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു ഡ്രീം എന്താ പറയുക കോഴ്സ് അത് പഠിക്കാനോ അല്ലെങ്കിൽ ആ ജോലിയിലേക്ക് പ്രവേശിക്കാനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള ഒരു എന്താ പറയണ്ടേ ഡൾ മൊമെൻ്റ് അല്ല, അല്ലെങ്കിൽ ഭയത്തോട് കൂടിയിട്ടില്ല നിങ്ങൾ ആ ഫ്യൂച്ചറിനെ കാണുന്നത്. നിങ്ങൾ വളരെയധികം ഒരു എന്താ പറയുക ഹാപ്പി ആയിട്ടാണ് കാണുന്നത് എന്ന് ഞാൻ കാണുന്നു. അപ്പോൾ നിങ്ങൾ ആ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷനായി ഉണ്ടായി ആ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സ് അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വിഷ് അങ്ങനെ ഫുൾഫിൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ് നടന്ന് നിങ്ങളിൽ ഈ മാറ്റം ഉണ്ടായപ്പോൾ തൊട്ട് തന്നെ നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫുൾഫിൽ ചെയ്യുന്നത് നിങ്ങളും തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വളരെ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. മാത്രമല്ല നിങ്ങൾക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ സക്സസ്ഫുൾ ആകും, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം വരും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആ കോഴ്സ് നേടിയെടുക്കും, ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്താൻ പറ്റും എന്ന ഒരു തികഞ്ഞൊരു ആത്മവിശ്വാസമുണ്ട്, ഉറച്ച വിശ്വാസമുണ്ട്. അതുമായി മുന്നോട്ട് പോകുന്നൊരു സമയം. ഓക്കെ, നിങ്ങൾക്കൊരു ഗ്ലോ അപ്പ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ സ്കിന്നിലുമൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസോ ഹെയർ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അത് നിങ്ങളുടെ എനർജിയിൽ വരുന്ന ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾ കുറച്ചിങ്ങനെ ഒതുങ്ങിക്കൂടി അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ഈ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നതോടുകൂടെ നിങ്ങൾ ആളുകളായിട്ട് കൂടുതൽ ഇടപഴകാൻ നിങ്ങൾ എഫേർട്ട് എടുക്കുകയാണ്, നിങ്ങളായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നു, ആളുകളെ കാണുമ്പോൾ സംസാരിക്കുന്നു, അവരായിട്ട് കൂടുതൽ ഇടപഴകുന്നു, അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഏത് ലെവലിലേക്കാണോ എത്താൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ആ ഒരു എനർജിയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ലൈഫ് ഓൾറെഡി ലീഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പിന്നെ മാത്രമല്ല നിങ്ങൾ പ്രൈവറ്റായി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റായി വെച്ച് ആ ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സമയം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അവിടെ വെച്ച് ആ ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത്. ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അവസാനിക്കുകയാണെന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, എല്ലാ അനാവശ്യമായിട്ടുള്ള ഭാരങ്ങളും ഒക്കെ കളഞ്ഞ്, പ്രത്യേകിച്ച് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ എന്താ പറയുക ചില വേദനിപ്പിക്കുന്ന സംഭവങ്ങളുണ്ടായി, അതിൻ്റെ വൂൺസ് ട്രോമ അതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഒരു എന്താ പറയുക നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ആ കടക്കുന്ന ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിലാണ് നിങ്ങൾ ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഒരു അബണ്ടൻറ്റ് ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ എന്നാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ എന്താ പറയണ്ടേ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായതിൽ നിന്ന് ഹീൽഡായിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു സമയം. ആ സമയത്താണ് നിങ്ങൾ ഈ വ്യക്തിനെ കണ്ടുമുട്ടുന്നത്. ഇത് നിങ്ങളൊട്ടും ഏത് ലൊക്കേഷൻ അല്ലെങ്കിൽ എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ അതിപ്പോൾ യൂണിവേഴ്സ് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, ഞാനത് അവിടെ വെച്ചെന്ന് ചോദിക്കുമ്പോൾ യൂണിവേഴ്സ് എപ്പോഴും എനിക്ക് കാണിച്ചു തരുന്നൊരു കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയേണ്ടതല്ല എന്നുള്ള രീതിയിലാണ്. അപ്പം നിങ്ങൾ ഒന്നില്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ എന്താ പറയുക ഇമീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാകില്ല. ഓക്കെ, ഈ ഒരു ഫേസിൽ എന്തായാലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങളുടെ എനർജിയിലേക്ക് അവർ വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഫുള്ളി ഫോക്കസ്ഡ് ആയിരിക്കും എന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങളൊരു ഡിവൈൻ ഫെമിനിൻ എനർജിയിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന ആ ഒരു ടൈം, അല്ലെങ്കിൽ ആ ഒരു എനർജി ഓൾറെഡി എംബോഡി ചെയ്തുകൊണ്ടുള്ള ആ ഒരു സമയം, അതിൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ്, അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. നിങ്ങളുടെ സെൽഫ് ലിമിറ്റിംഗ് ബിലീവ്സ്, നെഗറ്റീവ് തോട്ട്സ് എന്നൊക്കെ നിങ്ങൾ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ്, അതായത് നിങ്ങൾക്ക് അറിയാൻ പറ്റുകയാണ് എൻ്റെ ലൈഫിൽ ഒരു 360 ഡിഗ്രി ചേഞ്ചാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വളരെ ബിഗിനിങ്ങിലാണ് ഇപ്പോൾ, അത് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള നിങ്ങൾക്ക് പൂർണ്ണമായിട്ടൊരു എന്താ പറയണ്ടേ പകൽ പോലെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഓൾറെഡി. ഓക്കെ, നിങ്ങളുടെ ലൈഫ് മാറുകയാണ്, ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ നിന്ന് വളരെ നല്ലൊരു പോസിറ്റീവ് ഷിഫ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ ഷിഫ്റ്റ് തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ എല്ലാ കൺഫർമേഷനും നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമയം. ഓക്കെ,
ഒരു ഡിവൈൻ ടൈമിങ്. അപ്പോൾ ഫസ്റ്റിൽ ഈ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ വെച്ച് കാണുമ്പോൾ ഗ്രൂപ്പ് 2 ഈ ഒരു വ്യക്തിനെ അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ നോട്ട് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ഒരു ഫ്രണ്ടൊക്കെ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയാണ്. അപ്പോൾ ഒരു നിങ്ങൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ വരുന്നൊരു പുതിയ എനർജിയാണ് ഈ വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, നിങ്ങളൊരു പുതിയ ഒരു എന്താ പറയുക സ്റ്റേജിലേക്ക് കടക്കുകയാണ്, ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയോട് കൂടിയിട്ടാണ് ഈ വ്യക്തി ഉണ്ടായിരിക്കുക എന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഫ്യൂച്ചർ സ്പൗസായിട്ട് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, നിങ്ങളൊരു ഫ്രണ്ടായിട്ടായിരിക്കും നിങ്ങൾ ആ വ്യക്തിനെ കാണുക. അവരുടെ ആ ഒരു സാന്നിധ്യം, അവരുടെ ഒരു പ്രസൻസ്, അപ്പോൾ അവർ ഞാൻ കാണുന്നത് നിങ്ങൾ അവരും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, അപ്പോൾ അതിലൂടെ അവർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു എനർജി കിട്ടുന്നുണ്ട്. ഈ വ്യക്തി എൻ്റെ സോൾമേറ്റ് ആണ്, എൻ്റെ സോൾ ട്രൈബിലുള്ള വ്യക്തിയാണ്. അതായത് റൊമാൻറ്റിക് സോൾമേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണെന്നല്ല നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണേ, ഈ വ്യക്തി എൻ്റെ സോൾ ട്രൈബിലുള്ള ആളാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന എല്ലാ എന്താ പറയുക എല്ലാ എവിഡൻസും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ മാത്രമല്ല കംപ്ലീറ്റ്ലി ഇവരുടെ കൂടെ നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യും തോറും, ഓരോ നിമിഷം സ്പെൻഡ് ചെയ്യും തോറും നിങ്ങൾ കൂടുതൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിന്ന് കംപ്ലീറ്റ്ലി റിലീസ് ആകുന്നതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, പ്രസൻറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെ പോസിറ്റീവായി ചിന്തിക്കാൻ സാധിക്കുന്നു. പാസ്റ്റിനെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കുന്നു. ആ ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എനർജറ്റിക്കൽ ഷിഫ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, അവരുടെ കൂടെ ഉള്ളപ്പോഴാണ് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിരിക്കും. ഈ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന് ഒരുപാട് ഓവർ തിങ്കിങ്ങോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വളരെ റിലാക്സ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണെന്ന് കാണുന്നു. നിങ്ങൾ അവിടെ നിന്ന് ആ പാസ്റ്റിൽ നിന്ന് കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക ഈ വ്യക്തിയുമായിട്ടൊരു നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് ആയതിന് ശേഷം ഓക്കെ നിങ്ങളുടെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവുന്നുണ്ട്. ഒരു കാര്യമായൊരു വിജയം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ലൈം ലൈറ്റിൽ എത്തിക്കുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് അത് കൂട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊരു വിജയം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തിനെ അവരവരുടെ ആ ഒരു പ്രസൻസ് അറിയിച്ച ശേഷം ആണ് നിങ്ങൾ അവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ അവരായിട്ട് എന്താ പറയണ്ടേ ഒരു 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 കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത് ചിലപ്പോൾ ഒരു ഇവൻ്റ് ആയിരിക്കാം കേട്ടോ, ഏതെങ്കിലും ഒരു ഇവൻ്റ് ആയിരിക്കാം. ആ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡിൽ നിങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം തുടങ്ങി എന്ന് നിങ്ങൾക്ക് ഉറപ്പായതിനു ശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നൊരു ഇവൻറ്റ് അതിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഈ വ്യക്തിനെ എന്തായാലും കണ്ടുമുട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്നൊരു ഇവൻ്റ് ആണെന്ന് ഞാൻ കാണുന്നു. നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കാണുന്നു. പക്ഷേ ആ ഒരു വ്യക്തിനെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങളുടെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഒരു എനർജറ്റിക്കൽ ഷിഫ്റ്റ്, ഡ്രാസ്റ്റിക് ആയിട്ടൊരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾ ഇതിലേക്ക് ഇൻവൈറ്റഡ് ആവുന്നതാണെന്ന് ഞാൻ കാണുന്നു. നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക നിങ്ങളൊരുപാട് ഹാപ്പി ആക്കുന്ന ഒരു ന്യൂസാണ് വരുന്നത്. അത് ഈ ഒരു ന്യൂസ്, ഈ ഒരു കമ്മ്യൂണിക്കേഷനാണ്, അതിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതും നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതും അതിലൂടെയാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ കുറേ നാളുകളായിട്ട് ഇരുന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് ഫുള്ളി ഫോക്കസ് ചെയ്ത് പേഷ്യൻ്റ്ലി വർക്ക് ചെയ്യുന്നത് ആ ഒരു ലക്ഷ്യം നിങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടി, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടി അവരായിട്ടൊന്ന് ഇൻറ്ററാക്ട് ഒക്കെ ചെയ്ത് അവരുടെ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷം ആണ് ഈ ഒരു മാറ്റം. അപ്പോൾ നിങ്ങൾ അത്രയും കാത്തിരുന്ന ഒരു കാര്യം, ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ആ നടക്കുമ്പോൾ അത് നടന്നു എന്ന് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം അതെനിക്ക് നേടിയെടുക്കാൻ പറ്റി എന്നുള്ള അത് നിങ്ങൾ ഒറ്റയ്ക്ക് നേടിയെടുക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയുക നിങ്ങളതൊരു സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഗ്രൂപ്പ് 2-നുള്ള ഗൈഡൻസ് എന്താണ്? ഗ്രൂപ്പ് 2-നുള്ള ഗൈഡൻസ് എന്താണ്?
നിങ്ങളോട് പറയുന്നത് വളരെ പ്രോഗ്രസീവായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും, പല അവസരങ്ങളും കിട്ടും. ചിലപ്പോൾ ഈവൻ അതൊരു എന്താ പറയുക നെയിം, ഫെയിം, സക്സസ്, ഒരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ ലെവലിലേക്ക് നിങ്ങൾ പോപ്പുലർ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ റെഡി ആയിരിക്കണം, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, പിന്നെ കഴിഞ്ഞു പോയതിനെ എപ്പം നിങ്ങൾ റിലീസ് ചെയ്യുന്നു അപ്പോഴാണ് പുതിയ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വരുള്ളൂ എന്നും കൂടെ പറയുന്നുണ്ട്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ നിങ്ങൾ കഴിഞ്ഞു പോയ കാലങ്ങളെ നിങ്ങൾ വിട്ട് കളയേണ്ടതാണ്, റിലീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ എനർജിക്ക് വരാനായിട്ടുള്ള ഒരു സ്പേസ് ഉള്ളൂ. ഓക്കെ, പഴയ എനർജിനെ കളയുമ്പോഴാണ് പുതിയ എനർജിക്ക് വരാനുള്ള സ്പേസ് ഉള്ളൂ എന്നും കൂടെ പറയുന്നു. പിന്നെ ഈ ഒരു കണക്ഷൻ ഇത് വരുന്നത് വളരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണെന്ന് പറയുന്നുണ്ട്. ഒരു അട്രാക്ഷൻ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു മ്യൂച്വൽ അട്രാക്ഷൻ കാണുന്നുണ്ട്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ്. ഇതൊരു വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിരിക്കും എന്നും കൂടെ പറയുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് അതിനോട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കണക്ഷനെ നിങ്ങൾ എംബ്രേസ് ചെയ്യണം, നിങ്ങൾ അതിനെയും സ്വീകരിക്കണം. ഓക്കെ, ഒരിക്കലും എന്താ പറയുക നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്താണ് എന്ന് ചിന്തിച്ച് അതിനെ വേണ്ടാന്ന് വെക്കരുത് എന്നും കൂടെ പറയുന്നുണ്ട്. യെസ്, കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറയുന്നു. കാരണം ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആണ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇത് സക്സസ്ഫുൾ ആയിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇനി എസ്പെഷ്യലി നിങ്ങൾക്ക് ലൈഫിൽ പാസ്റ്റ് എക്സ്പീരിയൻസ് ഒരു റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾക്ക് അത്ര നല്ല എക്സ്പീരിയൻസ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ അതിനൊക്കെ അതല്ല ഇത് എന്ന് പറയുന്നു. കഴിഞ്ഞു പോയ പോലത്തെ ഒരു റിലേഷൻഷിപ്പേ അല്ല ദിസ് ഈസ് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, ഇത് നിങ്ങളുടെ ജീവിത പങ്കാളിയാണ്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിന് അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട്, പ്രാധാന്യമുണ്ട്. ഓക്കെ, അതപ്പോൾ അതിനൊരു കുറച്ച് നാളത്തേക്കുള്ളതല്ല, ഇതൊരു ലോങ് ടേമിലേക്കുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ഈ ലൈഫ് ലീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു ലൈഫ് ജീവിക്കേണ്ടത്, ഈ ഒരു ലൈഫ് ടൈം നിങ്ങൾ ജീവിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞു പോയ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് നിങ്ങളെ വേദനിപ്പിക്കുന്ന സന്ദർഭങ്ങളുണ്ടായ അല്ലെങ്കിൽ അനുഭവങ്ങൾ തന്നിട്ടുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൻ്റെ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊക്കെ വിട്ട് കളഞ്ഞിട്ട് നിങ്ങളാണ് അത് ഡിസൈഡ് ചെയ്തത്, അതിനെ റിലീസ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, നിങ്ങൾ വേണം തീരുമാനിക്കാൻ. വിട്ട് കളഞ്ഞിട്ട് വേണം അപ്പോഴാണ് നിങ്ങൾ ഈ കണക്ഷന്, ഈ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിന് പൂർണ്ണമായിട്ടും തയ്യാറാകുള്ളൂ. കാരണം ഇത് സീരിയസ് ആണ്, ഈ വരുന്ന കണക്ഷൻ വളരെ സീരിയസ് ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കണക്ഷനാണ് ഇത്. നിങ്ങളെ ഒരു തരത്തിൽ യൂണിവേഴ്സിൻ്റെ കൂടെ കോ ക്രിയേറ്റ് ചെയ്യാണ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ കൂടെ തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾക്ക് അതോടൊപ്പം തന്നെ നിങ്ങളെ എന്തെങ്കിലും ഈ ഒരു കണക്ഷനിലൂടെ നിങ്ങൾക്ക് മുന്നേ എന്തെങ്കിലും അന്യായങ്ങൾ, ആരെങ്കിലും നിങ്ങളെ ചതിക്കുകയോ വഞ്ചിക്കുകയോ പ്രത്യേകിച്ച് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പകരം യൂണിവേഴ്സ് നൽകുന്ന അതിനൊക്കെ ആയിട്ട് യൂണിവേഴ്സ് നൽകുന്ന ഒരു നീതിയാണ് ഈ ഒരു ജീവിത പങ്കാളിയും അവരുമൊത്തുള്ള നിങ്ങളുടെ ഈ ജീവിതം. അതാണ് ജീവിതത്തിൻ്റെ എനർജിയാണ് നമുക്ക് ഇവിടെ കിട്ടിയ 10 of Cups. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹാപ്പിലി എവർ ആഫ്റ്റർ സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കടന്നു വന്നിട്ടുള്ള നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളൊക്കെ യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. ഓക്കെ, യൂണിവേഴ്സ് അതൊക്കെ അക്നോളജ് ചെയ്തിട്ടുണ്ട്. അതിന് ഒരു നീതി, അതിന് പകരം നിങ്ങൾക്കൊരു നീതി നടപ്പാക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലൊരു ജസ്റ്റിസ് കൊണ്ടുവരുന്ന ഒരു കണക്ഷനാണ് നിങ്ങളുടെ ജീവിത പങ്കാളിയുമായിട്ട് ഉള്ളത്. അപ്പോൾ അതിനെ വളരെ കോൺഫിഡൻറ്റോട് കൂടെ എന്താ പറയുക അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, ആ പ്രസൻറ്റിൽ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട്, പാസ്റ്റിനെ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തുകൊണ്ട് അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നും കൂടിയാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, ഇതാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്, ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റീഡിംഗ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഈ റീഡിംഗ് കേട്ടിരുന്നതിനും നിങ്ങളുടെ സാന്നിധ്യം ഈ റീഡിങ്ങിൽ ഉണ്ടായിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരെയാണ്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം,
അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഈ റീഡിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെയായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം, എന്നെ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, ഞാൻ നിങ്ങളുടെ ക്യാപ്സ്യൂൾ ക്ലൂസ് എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് വീണ്ടും വന്നിട്ടാണ്. ഗ്രൂപ്പ് 2വിൻ്റെ റീഡിങ്ങിന് ഉള്ള ക്യാപ്സ്യൂൾ ക്ലൂസ് എന്താണ്? ഓക്കെ, നമുക്ക് ഈ ക്ലൂസ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഗ്രൂപ്പ് 1 പോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് 2വിലും 3 എന്നുള്ള ഡേറ്റ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് അതിൻ്റേതായ കാരണമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ഗ്രൂപ്പ് കണ്ടിട്ട് സെക്കൻഡ് ഗ്രൂപ്പും കൂടെ കാണുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു കണക്ഷൻ ഉണ്ട് എന്നും കൂടെ അറിയിക്കുന്നതാണ്. പക്ഷേ ആ ഒരു ചിലപ്പോൾ നിങ്ങളുടെ ജനന തീയതി ആയിരിക്കാം, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജനന തീയതി ആയിരിക്കാം, അല്ലെങ്കിൽ ഈ 3 എന്ന് പറയുന്ന തീയതിയിലായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുന്നതും നിങ്ങൾ കണ്ടുമുട്ടുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായി സംസാരിക്കുന്നതും ഒക്കെ. ഓക്കെ, അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ സ്പ്രിംഗ് സീസൺ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാലാവസ്ഥയ്ക്കും അല്ലെങ്കിൽ ആ ഒരു സീസണും ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സീസൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസൺ ആയിരിക്കാം. ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്ന സീസൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് സീസൺ ആയിരിക്കാം. പിന്നെ നമുക്ക് നവംബർ, ഡിസംബർ എന്ന 2 മാസം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ജനനമാസവും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ജനനമാസവും ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്കൊരു ആഴ്ച കിട്ടിയിട്ടുള്ളത് തേഴ്സ്ഡേ. ഓക്കെ, അപ്പോൾ തേഴ്സ്ഡേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ജനിച്ച ആഴ്ചയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ജനിച്ച ആഴ്ചയോ ഒക്കെ ആവാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇനീഷ്യൽസ് കിട്ടിയിട്ടുള്ളത് Y, R, W. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് ഉണ്ടാകാം. ഇനി നമുക്ക് 2 സോഡിയാക് സൈൻസ് കിട്ടിയിരിക്കുന്നത് സാജിറ്റേറിയസ്, വിർഗോ. സാജിറ്റേറിയസ് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിലും കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളുടെ സൺ മൂൺ റൈസിങ്ങിൽ ഈ സാജിറ്റേറിയസ്, വിർഗോ പ്ലേസ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അല്ലേ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും സൺ മൂൺ റൈസിങ്ങിൽ സാജിറ്റേറിയസ്, വിർഗോ പ്ലേസ്മെൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ക്ലൂസ്. താങ്ക് യു. ഹലോ, നമസ്കാരം ഗ്രൂപ്പ് 3. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫ്ലവറാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകുക. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ നോക്കണേ. പിന്നെ എവിടെ വെച്ച് നിങ്ങൾ ആദ്യമായി കണ്ടുമുട്ടുന്നുള്ളത് നമുക്ക് വേറെ റീഡിങ്ങിൽ നോക്കാം കേട്ടോ. ഗ്രൂപ്പ് 3യുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്, അവരുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ വെച്ചിട്ടാണ് അവരവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്, ആ സാഹചര്യത്തിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഓക്കെ, നിങ്ങൾ വളരെയധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സമയം, നിങ്ങൾ വളരെ പോപ്പുലർ ആകുന്ന ഒരു സമയം. ഓക്കെ, അപ്പോൾ അത് പോപ്പുലാരിറ്റി ഏത് രീതിയിൽ വേണമെങ്കിലാവാം. എസ്പെഷ്യലി നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ വഴി പോപ്പുലർ ആകുന്നതായിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ സെയിൽസ് നടക്കുന്ന സമയം, അങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനും അതുവഴി നിങ്ങൾക്കും ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നു. നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു സമയം. ഓക്കെ, അങ്ങനെ ജനറലി നമുക്ക് പറയാം. നിങ്ങളുടെ പാസ്റ്റിൽ നിന്നെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള, ഓക്കെ, നിങ്ങൾക്ക് ലൈഫ് സെറ്റിൽഡ് ആയി, ലൈഫ് എന്താ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എത്തി എന്ന് നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക, ഉറച്ച് വിശ്വസിക്കുക മാത്രമല്ല അതിനുള്ള തെളിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആ ഒരു സമയം അത്രയും സ്വസ്ഥതയും സമാധാനമൊക്കെ അനുഭവിക്കുന്ന സമയം. ഫൈനാൻഷ്യലി നിങ്ങൾ വളരെയധികം സ്റ്റേബിൾ, സെക്യൂർ ആയിട്ടുള്ളൊരു സമയം. അതായത് ഫൈനാൻഷ്യലി നിങ്ങളും നിങ്ങളുടെ കുടുംബവും. ഓക്കെ, അപ്പോൾ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ആ ഒരു അബണ്ടൻസ് അനുഭവിക്കാൻ സാധിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ആദ്യമായി കണ്ടുമുട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ഒരു പുതിയ അധ്യായം തുടങ്ങിയതിന് ശേഷം നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് സക്സസ് നൽകുന്ന ഒരു അധ്യായമുണ്ട്. ആ തുടങ്ങിയതിന് ശേഷമാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നത്. നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല എന്താ പറയുക
അനുഗ്രഹങ്ങൾ കിട്ടുന്ന അതുപോലെ കുറേ നല്ല നല്ല വാർത്തകൾ കേൾക്കുന്ന ഒരു സമയം, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. ആ ഒരു നിങ്ങൾ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുന്നൊരു സമയം. നിങ്ങളതിനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തുന്നത്, ഈ ഒരു സക്സസ്സിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങളെന്ന് റിലാക്സ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫ്. ഓക്കെ, നിങ്ങളിങ്ങനെ ലൈഫ് ആസ്വദിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. നിങ്ങളതുപോലെ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് കൃത്യമായ ബൗണ്ടറീസ് ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി പാസ്റ്റ് എനർജീസിനൊക്കെ നിങ്ങൾ വളരെ സക്സസ്ഫുള്ളി അതിനൊക്കെ ഓവർകം ചെയ്യും. അതൊക്കെ ഏതൊക്കെ പാസ്റ്റ് എനർജി തിരിച്ചു വരാൻ ശ്രമിച്ചാലും നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറി കീപ്പ് ചെയ്ത് അവരൊക്കെ ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ നിർത്തും എന്ന് കാണുന്നു. 10 ഓഫ് പെൻറ്റക്കിൾസും 9 ഓഫ് പെൻറ്റക്കിൾസും കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇടുന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഫൈനാൻഷ്യലി കാര്യമായിട്ടൊരു അപ്ഗ്രേഡ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ ജീവിത രീതി, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറുകയാണ്. നിങ്ങൾ കുറച്ചും കൂടെ ലക്ഷൂറിയസ് ആയിട്ട് ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പെറ്റൊക്കെ ഉണ്ടാവാം. ഓക്കെ, നിങ്ങൾ ഒരു പെറ്റിനെ ദത്തെടുക്കുന്നതോ ഒക്കെ ഉണ്ടാവാം. പിന്നെ നിങ്ങളുടെ എനർജി വളരെ അട്രാക്റ്റീവ് ആയിരിക്കും, വളരെ മാഗ്നറ്റിക് ആയിരിക്കും. നിങ്ങൾ ഡ്രസ്സ് ചെയ്യുന്ന രീതിയിലൊക്കെ മാറ്റം വരും. നിങ്ങളുടെ ഒരു എക്സ്റ്റേണൽ അപ്പിയറൻസിൽ വളരെ കാര്യമായിട്ട് മാറ്റം വരും. അതായത് നിങ്ങളുടെ ജീവിത രീതി, ജീവിത സാഹചര്യം വളരെയധികം ഉയർന്നതനുസരിച്ച് നിങ്ങളിലും ആ ഒരു മാറ്റം പ്രകടമായിരിക്കും. ഓക്കെ, ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്നത്. എസ്പെഷ്യലി ഇതിനകത്ത് പറഞ്ഞ പോലെ ബിസിനസ്സൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സൈഡ് ഹസിലൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ലിറ്ററലി നിങ്ങളുടെ ഹാപ്പിലി എവർ ആഫ്റ്റർ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, ഞാൻ കേൾക്കുന്നത് സക്സസ്ഫുൾ ഇറ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ അങ്ങനത്തെ ഒരു സമയമാണ്, ഒരു കംപ്ലീറ്റ്ലി ന്യൂ ബിഗിനിങ്. നിങ്ങളൊരു പുതിയ വേർഷൻ ആയിരിക്കും, നിങ്ങൾ അപ്ഗ്രേഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും. ആ ഒരു വേർഷനിൽ വെച്ചിട്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുമ്പോൾ, ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുമ്പോൾ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമോ? അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഇങ്ങനെ ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫ് ഞാൻ പറഞ്ഞല്ലോ, പുരോഗതി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല കഴിഞ്ഞു പോയ കാലത്ത് ഹീലിങ്ങും നടന്ന് നിങ്ങൾ അതൊക്കെ മറന്ന്, എന്താ പറയുക, ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ മറന്നു പോയൊരു സമയമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. ഏതെങ്കിലും രീതിയിലൊരു കണക്ഷൻ ഉണ്ടായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ അവരങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഒക്യുപ്പൈഡ് ആയിരിക്കും എന്നാണ് കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് യാത്ര, റീലൊക്കേഷൻ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം കൊണ്ടും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പ്രോഗ്രസ് കൊണ്ടൊക്കെ നിങ്ങൾ വളരെയധികം അതിലായിരിക്കും കൂടുതൽ ഫോക്കസ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ കൂടുതൽ കണക്റ്റഡ് ആയിരിക്കും. ഫാമിലിയുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ എന്താ പറയാം, നിങ്ങളുടെ ലൈഫ് അത്രയും നല്ല രീതിയിൽ മാറിയത് കൊണ്ട് നിങ്ങൾ അതിലിങ്ങനെ ആസ്വദിച്ച് ജീവിച്ച് അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ വ്യക്തി വരുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നു എന്ന് ഞാൻ കാണുന്നില്ല. പക്ഷെ ആ സമയത്താണ് ഈ വ്യക്തി വരുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക്. ഓക്കെ, നിങ്ങളുടെ നെക്സ്റ്റ് ഹാപ്പിലി എവർ ആഫ്റ്റർ. ഇവിടെ സൺ കാർഡ് കിട്ടിയിട്ട്, സൺ കാർഡ് അതൊരു ഹാപ്പിലി എവർ ആഫ്റ്റർ ആണ്. അതിൻ്റെ മുകളിലാണ് 10 ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. എഗെയിൻ ഹാപ്പിലി എവർ ആഫ്റ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ള ഹാപ്പിലി എവർ ആഫ്റ്ററിൻ്റെ തുടക്കം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് തന്നെയാണ്. പറഞ്ഞ പോലെ നിങ്ങളത് ആളെ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, പക്ഷെ ആ വ്യക്തി വരുന്നതും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലാവുന്നതും ഒക്കെ എന്താ പറയുക, അതിങ്ങനെ ഒരു ഈസിലി ആൻഡ് എഫേർട്ട്ലെസ്സിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷേ പിന്നെ നിങ്ങൾ നോക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു മാജിക്ക് നിങ്ങൾ തിരിച്ചറിയുക. കാരണം ഈ പറയുന്ന പോലെ ഈ വ്യക്തിനെ ഫസ്റ്റ് തന്നെ കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നു, അങ്ങനത്തെ എനർജി ഒന്നും ഇല്ല. അത് വളരെ ഒരു നാച്ചുറലി സംഭവിക്കുന്ന ഒരു കണക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. എന്താ പറയുക, എന്തെങ്കിലും തടസ്സങ്ങളോ എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഈസിലി റിമൂവ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ, ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താ ഡിവൈൻ ടൈമിങ്ങിലാണ്. അപ്പോൾ ആ ഡിവൈൻ പ്ലാനിന് കാര്യമായിട്ടുള്ള ഒരു പങ്ക് ഇതിലുണ്ട്. ഓക്കെ, ഈ ഡിവൈൻ ടൈമിങ്ങിൽ തുടങ്ങുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് കണക്ഷനാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ടുള്ളത്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളിങ്ങനെ പ്രസൻറ്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വ്യക്തി
എന്താ പറയുക, ഞാൻ കേൾക്കുന്നത് പറന്നിറങ്ങുന്നത് എന്നാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ നാളെ അങ്ങനെയാവും. അത് പിന്നെ കുറച്ചൊന്ന് ഒരു തമാശ രൂപേണ മറ്റുള്ളവരോട് പറയുന്ന ആ രീതിയിലായിരിക്കും. കാരണം അങ്ങനെയാണ് ഈ വ്യക്തിയുടെ വരവ്, ഔട്ട് ഓഫ് ബ്ലൂ. ഓക്കെ, പക്ഷേ ആ മൊമെൻറ്റിൽ നിങ്ങൾ കാണുമ്പോൾ പോലും നിങ്ങൾ അവരെങ്ങനെ എൻ്റെ ഫ്യൂച്ചർ സ്പൗസ് ആണിത് എന്ന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള റെക്കഗ്നിഷനൊന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ആ ഒരു വ്യക്തി നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വർക്ക് സ്പേസിലോ അല്ലെങ്കിൽ അല്ലാതെയോ ആണ് കാണുന്നത്. പിന്നെ അവിടെ നിന്ന് നിങ്ങൾ അങ്ങനെ ഒരു കണക്ഷൻ ഫോം ചെയ്യാണ്. അതിൽ നിന്ന് അതൊരു ലവ് കണക്ഷൻ ആകുന്നു. അവിടെ നിന്ന് അതൊരു ഫാമിലി, ഒരു മാരേജിലേക്ക്, യൂണിയനിലേക്ക് എത്തുന്നു. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ബ്ലെസ്സിങ്സ് ഉണ്ടാകുകയും അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോഴും നിങ്ങൾ എന്താ പറയുക, അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ വ്യക്തിയെ കണ്ടുമുട്ടിയതിന് ശേഷം നിങ്ങൾക്കൊരു സ്പിരിച്വൽ അവേക്കണിങ് നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അവിടെ നിന്ന് അങ്ങോട്ട് ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുക ആ ഒരു ഇതുണ്ടാവില്ല. ഇവർ നിങ്ങളുടെ ഈക്വൽ പാർട്ട്ണറാണ്. ഓക്കെ, എപ്പോഴും നിങ്ങൾക്ക് കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ഇതൊരു പുതിയ അനുഭവമായിരിക്കും നിങ്ങൾക്ക്. കാരണം നിങ്ങളൊരു വളരെ സൂപ്പർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒക്കെ ഒറ്റയ്ക്ക് ചെയ്ത് ശീലമുള്ളൊരു വ്യക്തി. ആ ഒരാളുടെ ജീവിതത്തിലേക്കാണ് ഇങ്ങനൊരാൾ വരുന്നത്. അപ്പോൾ അവർക്കാണെങ്കിൽ അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങളെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്നും ഒറ്റയ്ക്ക് ചെയ്യുന്നത് അവർക്ക് താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് അവർ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ അവർക്ക് ചെയ്തു തരാൻ ആഗ്രഹമുള്ള ഒരാളാണ്. ഓക്കെ, അപ്പം ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പാണ്. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ളൊരു കണക്ഷനാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കില്ല എന്നാണ് ഞാൻ കാണുന്നത്. വളരെയധികം മനസ്സമാധാനം നിറഞ്ഞ ഒരു സമയം. ഓക്കെ, അതുപോലെ തന്നെ ചിലപ്പോൾ ചിലർക്ക് പാസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു എനർജീനെ പൂർണ്ണമായും കട്ട് ചെയ്ത് കളഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോഴാണ് ഈ വ്യക്തി വരുന്നത്. ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. പക്ഷേ ആ സർപ്രൈസ് എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ആലോചിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു യൂണിവേഴ്സിൻ്റെ സർപ്രൈസ് ആയിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഡെഫിനറ്റ്ലി ഡിവൈൻ കൗണ്ടർ പാർട്ടാണ്. നമുക്കിവിടെ ക്യൂൻ ഓഫ് വോൺസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ കാർഡ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇത് ക്യൂൺ ഓഫ് വോൺസ് ആണ് കേട്ടോ. ഈ ഇരിക്കുന്ന ആൾ ക്യൂൺ ഓഫ് വോൺസ് ആണ്. നമുക്ക് കിങ് ഓഫ് വോൺസ് കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഈക്വൽ പാർട്ട്ണർ തന്നെയാണ് ആ വരുന്നത്. ഈ വരുന്ന ആളെക്കുറിച്ച്, ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ച് ഒരു ഇംപ്രഷൻ എന്തായിരിക്കും ഗ്രൂപ്പ് 3യുടെ? ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വളരെ നർച്ചറിങ്, കെയറിങ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഈ ഒരു പാസ്റ്റ്, കഴിഞ്ഞു പോയ വേദന ഉണ്ടാക്കുന്ന ഒരു പാസ്റ്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. അന്ന് നിങ്ങൾ ഇവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഓക്കെ, അന്ന് നിങ്ങൾ ഇവരെ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് ചിന്തിക്കും, എന്തുകൊണ്ട് ഈ വ്യക്തിനെ ഞാൻ അന്ന് നോട്ട് ചെയ്തില്ല എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ ഒരു പോസിബിലിറ്റി ഞാൻ കാണുന്നു. ചിലപ്പോൾ എല്ലാവർക്കും റെസിനേറ്റ് ചെയ്യില്ല. റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. എന്തായാലും മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കൈൻഡ് ഓഫ് എനർജിയാണ്. ആ ഒരു എന്താ പറയുക, ഒരു അട്രാക്ഷൻ ഡെഫിനറ്റ്ലി ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ ഒരു റൊമാൻറ്റിക്കലി അഡ്വാൻസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളത് വേണ്ടാന്ന് വെക്കുന്നില്ല. നിങ്ങൾ അതിനോട് ഓപ്പൺ ആകുന്നുണ്ട് എന്നാണ് ഞാൻ കാണുന്നത്. വളരെ നേർച്ചറിങ്, വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തി, വളരെയധികം എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വ്യക്തി. ആ ഒരു സ്നേഹവും കരുതലൊക്കെ വളരെ ഡീപ്ലിയാണ് അവർ എക്സ്പ്രസ് ചെയ്യുക. അതൊക്കെ നിങ്ങൾ കൃത്യമായി റെക്കഗ്നൈസും ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ കുറച്ച് മിസ്റ്റീരിയസ് ആണെന്നും കൂടെ കാണുന്നു. ഒരു മിസ്റ്റീരിയസ് എനർജി ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഒരു മാജിക്കൽ എനർജി പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും അവരുടെ ആ ഒരു പ്രസൻസ്. ഓക്കെ, വളരെ ആത്മവിശ്വാസമുള്ളൊരു വ്യക്തിയാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് എന്ന് നിങ്ങൾ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ഒരുപാട് മാറ്റം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. നിങ്ങളുടെ ഒരുപാട് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അല്ലെങ്കിൽ പ്രണയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടൊക്കെ
അതിലൊക്കെ ഒരു 360 ഡിഗ്രി ചേഞ്ച് കൊണ്ടുവരുന്ന ഒരാളാണ് ഈ വ്യക്തി. അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ വേറൊരു പെർസ്പെക്റ്റീവ് കാണാണ് ഓരോ സിറ്റുവേഷൻ്റെയും. ഓക്കെ, പിന്നെ പറഞ്ഞ പോലെ അവരും ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. വളരെ ക്ഷമയുള്ള ആളാണ്, കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ്, ഡിറ്റർമിനേഷനുള്ള ഒരാളാണ്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ പോലെ തന്നെ ന്യായം, നീതി, ഇതിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന, അപ്പോൾ അവരൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊരാൾക്കും ദ്രോഹം വരുന്നില്ല എന്നൊരു ഉറപ്പ് വരുത്തുന്നുണ്ട്. എല്ലാവരെയും ന്യായമായിട്ട് എന്താ പറയുക ട്രീറ്റ് ചെയ്യണം എന്ന് അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഈക്വൽ ട്രീറ്റ്മെൻറ്റിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിലൊരു ഫെയർനെസ് ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് അവർക്ക് ചിലപ്പോൾ ഒരു കണക്ഷനൊക്കെ ഉണ്ടാക്കുക കേട്ടോ. പിന്നെ മാത്രമല്ല അവർ വളരെ ഒരു കാംനെസ് ഉണ്ട് അവർക്ക്. ഓക്കെ, അത് ഞാൻ കാണുന്നുണ്ട് വളരെയധികം. പിന്നെ ഈ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു ജോലി അതിനോട് വളരെ ആത്മാർത്ഥതയുള്ള വ്യക്തിയാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആണ്. അപ്പോൾ അതിൽ ഉയരുന്നതിനായിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതിനപ്പുറം നല്ലൊരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു സുഹൃത്തും കൂടിയായിരിക്കും ഈ ഒരു വ്യക്തി. ഓക്കെ, ആ ഒരു സുഹൃത്ത് ബന്ധം കാണുന്നുണ്ട്, ഫ്രണ്ട്ലി എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് 3ക്ക് ഈ ഒരു റീഡിങ്ങിൽ ബേസ് ചെയ്തിട്ടുള്ള ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സ് നൽകാനുള്ളത്? ഗ്രൂപ്പ് 3ക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങളോട് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ വളരെ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള പേഴ്സണാണ്, പക്ഷെ നിങ്ങൾക്കറിയാം ഈ ഒരു കണക്ഷനിൽ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. നിങ്ങൾ ഇപ്പോഴേ അത് മാനിഫെസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു കണക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി വേണമെങ്കിൽ ഒരു സ്റ്റേജിലായിരിക്കും. ഈ ഒരു ഞാനിപ്പോൾ ഈ പറഞ്ഞ കറണ്ട് സ്റ്റേജിലാകാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കളക്റ്റീവിലുള്ള ആളുകൾ കറണ്ട്ലി നിങ്ങൾ ഈ സ്റ്റേജിലാണ്. ഇപ്പോൾ നിങ്ങൾ ആക്റ്റീവ്ലി ഈ ഒരു കണക്ഷൻ മാനിഫെസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. പിന്നെ അതുപോലെ തന്നെ ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിക്കാനായിട്ട് പറയുന്നുണ്ട്. ഒരു ചേഞ്ച്, ഒരു കാര്യമായിട്ടൊരു ടേണിംഗ് പോയിന്റ് ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ എഗെയിൻ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മാറ്റങ്ങളെയൊക്കെ പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകാൻ പറയുന്നുണ്ട്. ഇതെല്ലാം ഡിവൈൻ പ്ലാൻ അനുസരിച്ചാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്നു. ഈ മാറ്റങ്ങളൊക്കെ വളരെ പെട്ടെന്നായിരിക്കാം സംഭവിക്കുന്നത്. ഒരു യാത്രയോ റീലൊക്കേഷനോ ഒക്കെ സംഭവിക്കാം, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു മാറ്റമാണ്. ഇപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, പക്ഷെ പോസിറ്റീവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾ കാത്തിരുന്ന, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ കാത്തിരുന്ന മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതിരിക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് ടെൻഷൻ അടിക്കാതിന് പകരം അത് എൻജോയ് ചെയ്യാൻ പറയുന്നു. ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആ ഒരു ചേഞ്ച്, ആ ഒരു മൊമെൻറ്റം അതിൽ ഫോക്കസ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഈ മാറ്റം, ഈ ഒരു പ്രോഗ്രസ്, ഒരു ഫോർവേഡ് മൊമെൻറ്റ് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അത് നടക്കുന്നു എന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനും അത് എൻജോയ് ചെയ്യാനും ആണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ വരുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, അത് പെട്ടെന്ന് നടക്കുന്നു എന്നുള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ രീതിയിലൊരു ഓവർ തിങ്കിങ് ടെൻഡൻസി വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചെറുതായി സ്ട്രെസ്ഡ് ആവാൻ സാധ്യതയുള്ളത് പെട്ടെന്നുള്ള മാറ്റമാണല്ലോ എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നല്ലോ എന്ന് വേണം നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ. ഓക്കെ, ഈ മാറ്റങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമല്ലോ എന്നുള്ളതല്ല, ഞാൻ ആഗ്രഹിച്ച മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു എന്നുള്ളതല്ലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളോട് ഈ ഒരു മാറ്റമൊക്കെ ആസ്വദിക്കാനാണ് പറയണത്. കാരണം ഇതെല്ലാം ലോങ് ടേമിലേക്കുള്ള മാറ്റങ്ങളാണ്. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ലോങ് ടേമിലുള്ള മാറ്റങ്ങളാണ്. ഈ ഒരു മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് എന്താ പറയുക, ലൈഫ് ലോങ്ങിലേക്കുള്ളതാണ്. ഓക്കെ, പുതിയ സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള, അത് ഇപ്പോൾ സാമ്പത്തികമായിട്ടും അല്ലാതെയും സ്റ്റേബിൾ, ബാക്കി സാമ്പത്തികമായതോടൊപ്പം തന്നെ ഇമോഷണലിയും എല്ലാം എല്ലാ തരത്തിലും വളരെ സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു അധ്യായത്തിലാണ് നിങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി ഓപ്പൺഡ് ആയിട്ടുള്ളത്. അവർ നിങ്ങളത് ആസ്വദിക്കാൻ പറയുന്നു. നിങ്ങൾ വളരെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറയുന്നു. ഇതൊക്കെ ലോങ് ടേമിലേക്കുള്ളതാണ്. ഇതൊന്നും കുറച്ച് നാളത്തേക്ക് വന്ന് തിരിച്ചു പോകുന്ന മാറ്റങ്ങളല്ല, ലൈഫ് ലോങ് നിങ്ങളുടെ ഈ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഇത് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കണേ കേട്ടോ. നിങ്ങൾ ഈ ഒരു ഫേസിലേക്ക് എത്തിക്കഴിഞ്ഞു, അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഓൾറെഡി ലൈഫിൽ ഇപ്പോൾ നടക്കുന്നുണ്ടാവും, ചെറിയ പ്രോഗ്രസ്സുകൾ ഓൾറെഡി നടക്കുന്നുണ്ടാവും. അത് നിങ്ങൾ എത്രത്തോളം നോട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം.
ഇനി നമുക്ക് ക്യാപ്സ്യൂൾ ക്ലൂസ് നോക്കാം. ഗ്രൂപ്പ് 3ക്ക് അവരെയും ഒരു ഫ്യൂച്ചർ സ്പൗസിനെയും കണക്ട് ചെയ്യുന്ന എന്താ പറയുക, ഇനീഷ്യൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് മന്ത്സ്, സോഡിയാക് സൈൻസ് അവർക്കും റെസനേറ്റ് ചെയ്യണം, ഒരു ഫ്യൂച്ചർ സ്പൗസിനും റെസനേറ്റ് ചെയ്യണം. പിന്നെ ഈ മീറ്റിങ്ങിനെ ബന്ധപ്പെട്ടിട്ടുള്ള സീസൺ അല്ലെങ്കിൽ ഒരു മന്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. നമുക്ക് ടി കിട്ടിയിട്ടുണ്ട്, എ, എക്സ്, വി, യു. അപ്പോൾ ഈ ഇനീഷ്യൽസ് നിങ്ങളുടെ ഫസ്റ്റ് നെയിം ഇനീഷ്യൽ, മിഡിൽ നെയിം ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇനീഷ്യൽ ഒക്കെ ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഇനീഷ്യൽസ് ഒക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഇനീഷ്യൽസ് ഒക്കെ ഒന്ന് എന്താ പറയുക, നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് 3 സീസൺസ് കിട്ടിയിട്ടുണ്ട്: സ്പ്രിംഗ്, മൺസൂൺ, ഓട്ടം ആൻഡ് ഫോൾ. അപ്പോൾ ഈ സീസൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഈ സീസൺസിൽ ഏതിലൊന്നിലാണ് നിങ്ങൾ മീറ്റ് ചെയ്യുന്നത്, ഈ വ്യക്തിനെ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത്, അത് കാണുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള മന്ത്സ് നോക്കാം: ഫെബ്രുവരി, ജൂൺ, ഏപ്രിൽ, ജൂൺ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാസങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജനനമാസം ആയിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാലാവസ്ഥ, സ്പ്രിങ്ങിലോ മൺസൂണിലോ അല്ലെങ്കിൽ ഓട്ടം ഫോൾ സീസണിലൊക്കെ ആയിരിക്കാം കേട്ടോ. അതും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുന്നത് പോലെ ക്ലൂസ് എടുക്കുക. പിന്നെ ഓർത്ത് വെക്കേണ്ടത്, ഈ ക്ലൂസ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് എളുപ്പമായിരിക്കും ഈ ആളൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ആഴ്ചകൾ: സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. ഒരാഴ്ച സൺഡേ തൊട്ട് മൺഡേ വരെയുള്ള ടൈം. ഓക്കെ, അപ്പോൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാകുമ്പോൾ നിങ്ങൾ ജനിച്ചിട്ടുണ്ടായിരിക്കുക. അതൊരു കണക്ഷൻ ഞാൻ കാണുന്നുണ്ട്. പിന്നെ 1111 എന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ റീഡിങ്ങിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്ന നമ്പറാണ് 1111. അല്ലെങ്കിൽ 0101, 1ൻ്റെ സീക്വൻസും 0101 എന്നുള്ള സീക്വൻസൊക്കെ നിങ്ങൾക്ക് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഏഞ്ചൽ നമ്പേഴ്സ് ആണെന്ന് കാണുന്നു. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ലിബ്ര, ലിയോ. നിങ്ങളുടെ സൺ മൂൺ റൈസിങ്ങിൽ ലിബ്ര, ലിയോ പ്ലേസ്മെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും ലിയോ പ്ലേസ്മെൻറ്റ് മസ്റ്റായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 2 പേരുടെ എനർജി കിട്ടിയത് ക്യൂൺ ഓഫ് വോൺസും കിങ് ഓഫ് വോൺസ് ആയിട്ടാണ്. അത് ഫയർ സൈൻ എനർജിയാണ്. ഓക്കെ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്. അപ്പോൾ നമുക്കിവിടെ ലിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനും ആ ഒരു ലിയോ പ്ലേസ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് കുറച്ച് തീയതികളാണ് കിട്ടിയിട്ടുള്ളത്: 12, 10, 7, 18, 19, 13. ഓക്കെ, ഈ തീയതികൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജനന തീയതികൾ ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ മാസങ്ങൾ, ഈ സീസൺസിൽ വരുന്ന മാസങ്ങൾ, അതിൽ ഈ ഡേറ്റ് ഒക്കെ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അത് ഈ റീഡിങ്ങുമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ നോട്ട് ചെയ്ത് വയ്ക്കാം. അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഒരു അവേക്കണിങ് പോലെ ഒരു മെസ്സേജ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. എന്തായാലും ഈ ഒരു വന്നിട്ടുള്ള തീയതികളിൽ നിങ്ങളുടെ പിറന്നാൾ തീയതി ഉണ്ടാകാനുള്ള, ജനന തീയതി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെയും. ഓക്കെ, അതും ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്, മൈ ഡിയർ ഗ്രൂപ്പ് 3. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആരൊക്കെയാണ് ഗ്രൂപ്പ് 3 ചൂസ് ചെയ്തതെന്ന് എന്നോട് എടുത്ത് പറയണം കേട്ടോ. പിന്നെ വേറെ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഇൻട്രോ സെക്ഷൻ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഇൻട്രോ സെക്ഷനിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലർക്കും ഒരു സംശയങ്ങളുണ്ട്, ഞാൻ എന്തുകൊണ്ട് ഇംഗ്ലീഷിൽ റീഡിങ് ഇടുന്നു. ഓക്കെ, ചിലർ സംശയത്തിൻ്റെ രൂപത്തിൽ പറയുന്നുണ്ട്, ചിലർ അതൊരു കൺസേൺ ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ചിലർ വളരെ റൂഡായിട്ട്, ഓക്കെ, ഭയങ്കര ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് അതിനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ഉത്തരമാണ് ഞാൻ അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ കേട്ടോളൂ. ഓക്കെ, ഇൻട്രോ സെക്ഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ട് നോക്കുക, മറക്കാതെ കേൾക്കുക. അതാണ് ഇൻട്രോ സെക്ഷൻ ഇത്തിരി കൂടുതലാണ്, ഒരു 5 മിനിറ്റോളം ഉണ്ട്. അതിൻ്റെ കാരണം അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റീഡിംഗ് ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ റീഡിംഗ് ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. ഇതുപോലുള്ള റീഡിംഗ് എന്നിൽ നിന്ന് കൂടുതൽ കേൾക്കുന്നതിനായി ചന്ദ്രകണ്ഠ ടാരോട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഒരു വ്യക്തിഗത റീഡിംഗ്, അതായത് ഇൻഡിവിജ്വൽ റീഡിംഗ്, പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. ഈ ഇമെയിൽ ചെയ്യാനും വാട്സപ്പ് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ റീഡിങ്ങിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടൈം സ്റ്റാമ്പ്സിന് തൊട്ട് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബുക്കിംഗ് എൻക്വയറീസിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ കാലത്ത് 6 മണി തൊട്ട് വൈകുന്നേരം 10 മണിക്കുള്ളിലാണ്. 10 മണിക്കുള്ളിൽ വരുന്ന റീഡിംഗ് എൻക്വയറീസ് മാത്രമാണ്
ബുക്കിംഗ് പ്രോസസ്സ് നടത്തുള്ളൂ. ഓക്കെ, 10 മണി കഴിഞ്ഞാൽ പിറ്റേ ദിവസമേ ഞാനതിന് റെസ്പോണ്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയമാണ് അത്. ഞാൻ അവിടെ ഓൾറെഡി സ്റ്റാറ്റസായിട്ട് അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് വാട്സപ്പിൽ. അപ്പോൾ നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. പിന്നെന്താണ്, നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ നേരെയാണ്. നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയോടെ നിർത്തുന്നു. താങ്ക്